മലപ്പുറത്ത് കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ആറുവരി ദേശീയപാത ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ സ്വാലിഹിത അവിടെ നിന്ന് ചേരുകയാണ്. റോഡ് തുറന്ന് നൽകുന്നത് വൈകും, സ്വാഭാവികമാണ്. കാരണം അത് ആകെയും പരിഹരിക്കേണ്ടതുണ്ട്. തുറക്കുക എന്നുള്ളതല്ല, അത് അതിവേഗം അത് ശക്തമായി കൃത്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മെയ് 31-നാണ് പാത തുറന്നു നൽകാൻ നിശ്ചയിച്ചിരുന്നത്. മഴ കനക്കുന്നതോടെ ദേശീയപാതയുടെ സമീപത്ത് താമസിക്കുന്നവരും ആശങ്കയിലാണ്. അത്തരം ഒരു പ്രശ്നവുമൊക്കെ അടങ്ങുന്നുണ്ട്. സ്വാലിഹ്, എന്താണ് ആ പ്രദേശത്തിൻ്റെ ആശങ്ക? അവിടെ നടക്കുന്ന പരിശോധനകൾ എങ്ങനെയാണ്? അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒപ്പം മലപ്പുറം ജില്ലയുടെ മഴയും. ശരത്, നാഷണൽ ഹൈവേ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഉപരിതല ഗതാഗത വകുപ്പും നിയമിച്ച ഈ സംഘങ്ങൾ ഇവിടെ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പ്രാഥമികമായി തന്നെ KNR എന്ന ഈ കമ്പനിക്ക്, കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2 റിപ്പോർട്ടുകളിലും പറയുന്നത് ഈ കമ്പനിയെ ഡീബാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പുനർനിർമ്മാണം, ഇതിൻ്റെ നവീകരണ പ്രവൃത്തിയുടെ ചെലവുകൾ ഈ കമ്പനി വഹിക്കണം, അതിൻ്റെ മേൽനോട്ടവും വഹിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ഈ കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക എന്ന് തന്നെയാണ്, പുനർനിർമ്മാണം ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മഴ കൂടി കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പാതയോരങ്ങളിലൊക്കെ താമസിക്കുന്നവർ വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ വയലിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ഇതിനോട് സമീപത്തായി താമസിക്കുന്നവരൊക്കെ വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത്. ഇവർ ചുമതലപ്പെടുത്തിയ സ്വതന്ത്ര വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ആളുകൾ, ഈ പ്രദേശവാസികളും ഒപ്പം ജനപ്രതിനിധികളും എല്ലാം ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും എല്ലാം തന്നെ ഉള്ളത്. ഈ 4 റീച്ചുകളുടെയും നിർമ്മാണം ഏതാണ്ട് 99% പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇത് ഈ 31-ാം തീയതി തുറന്നു കൊടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് വൈകുമെന്നാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിക്കുന്നത്. തലപ്പാടി മുതൽ ചെങ്കള വരെ, ചെങ്കള ടു രാമനാട്ടുകര, രാമനാട്ടുകര ടു വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചുകൾ തുറന്നു കൊടുക്കുന്നതാണ് വൈകുന്നത്. ഏതായാലും ഈ നവീകരണ പ്രവൃത്തികൾ മഴയുടെ ഒരു സാഹചര്യം കൂടി വിലയിരുത്തി കഴിഞ്ഞാൽ 1 മാസത്തിലധികം ഇനിയും നീളാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ 1 മാസത്തിനകം തന്നെ നവീകരണം പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം, പൂർത്തിയാക്കുമെന്ന ഒരു ഉറപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി നൽകുന്നുണ്ട്. ഏതായാലും ഈ പ്രദേശവാസികളുടെ ആശങ്ക, അത്തരത്തിൽ ഈ സമീപത്തൊന്നും താമസിക്കുന്നവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് വിദഗ്ധ സംഘം പറയുന്നത്. ശരത്. സ്വാലിഹ്, ഇപ്പോൾ ആളുകൾക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ആളുകളോട് സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരാണല്ലോ നിങ്ങൾ. പല മാധ്യമങ്ങളും അവരുടെ പല താല്പര്യാർത്ഥം ഇതിനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഇതാകെയും കേരളത്തെ പഴിക്കാൻ, കേരള സർക്കാരിനെ പഴിക്കാൻ വേണ്ടി ഉള്ള തരത്തിൽ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി അല്ലെങ്കിൽ ആളുകളോട് സംസാരിച്ച് ഒക്കെ പ്രതികരണം തേടുന്നുണ്ടാകാം. സ്വാലിഹിൻ്റെ ഒരു അനുഭവത്തിൽ ആളുകൾക്ക്, ഈ പ്രശ്നം നേരിടുന്ന ആളുകൾക്ക്, ആശങ്കയുള്ള മനുഷ്യർക്ക് ഇതിൻ്റെ വസ്തുതകളെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ വന്നിട്ടുണ്ടോ? സ്വാലിഹിൻ്റെ ഒരു അനുഭവത്തിൽ മനസ്സിലായത് എന്താണ്? തീർച്ചയായും ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇതേക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ സമയത്ത് പോലും നമുക്കറിയാം, മലപ്പുറത്തെ ഈ 74 കിലോമീറ്ററും ഒരു നിരപ്പായ സ്ഥലത്ത് എവിടെയും പോകുന്നില്ല. ഒന്നുകിൽ വയലിൽ കൂടെ അല്ലെങ്കിൽ കുന്നിടിച്ച് ഉണ്ടാക്കിയ പാതയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന റോഡുകൾക്കൊന്നും ഇതിലേക്ക് ഒരു ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളോട്, മന്ത്രിമാരോട്, സംസ്ഥാനത്തെ മന്ത്രിയോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി പറഞ്ഞിരുന്നു. ഇതൊന്നും ചെവിക്കൊള്ളാൻ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു തരത്തിലും ശ്രദ്ധ നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ആശങ്കകൾ പോലും ഒരു ഘട്ടത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റി കേട്ടിരുന്നില്ല. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയും NHAI
മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമൊക്കെ തേടുന്നത്. ഇതൊക്കെ പൊതുവിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇടപെട്ടിരുന്നത് കൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കുണ്ട്. ഇതുപോലുള്ള കമ്പനികൾ ഇനിയും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുമായി വരുന്നതിലൊക്കെ വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ട്. ഇത്തരം രാഷ്ട്രീയമായ വിമർശനങ്ങളിലൊക്കെ ഒരു വ്യക്തത പൊതുവിൽ ഈ മലപ്പുറത്തെ ഈ റോഡ് കടന്നു പോകുന്ന ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ അത് കൃത്യമായി തന്നെ UDFിലെ ഒരു പ്രമുഖ നേതാവാണല്ലോ അദ്ദേഹം ഒക്കെ ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് എതിരെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ പൊതുവിൽ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഇക്കാര്യങ്ങളിൽ വലിയ വ്യക്തത. അതാണ് അതിലെ രസകരമായൊരു ഭാഗം അതാണ്. കാരണം ഇവിടെ പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ ഫ്ലെക്സ് വെച്ചവരെ ഒന്നും കാണാനില്ലല്ലോ, ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതേ തുടർന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അതിലൊരു സർക്കാരിനെതിരായ, കേരളത്തിനെതിരായ ഒരു സമരസാധ്യത കണ്ടത്. പക്ഷേ മുസ്ലിം ലീഗ് ആകട്ടെ നേരെ മന്ത്രി നിതിൻ ഗഡ്കരിയെ തന്നെ സമീപിച്ചു. ET മുഹമ്മദ് ബഷീർ തന്നെ പരാതി കൊടുത്തു. ഗഡ്കരി അതിനോട് പ്രതികരിച്ചതിൽ വലിയ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയുമുണ്ടായി, MP എന്ന നിലയിൽ ET പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ പല ഘട്ടത്തിലും ഈ ഒരു വിഷയം വരുമ്പോൾ ഒരു മുന്നണിക്കകത്ത്, പ്രതിപക്ഷ മുന്നണിയിലെ 2 പാർട്ടികൾ ഇതിനെ സമീപിച്ചതിലെ 2 വ്യത്യസ്ത രീതികളാണ്. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് നോക്കിയാൽ സ്വാലിഹ്, ഒരു ആദ്യ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്ന് അങ്ങ് സമാധാനിച്ചാൽ തന്നെ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലേക്ക് വലിയ ചർച്ചയായി വരുമ്പോൾ പോലും അദ്ദേഹം ഇതിനെ വേർതിരിച്ച് കണ്ട് കേന്ദ്രത്തിൻ്റെ അനാസ്ഥ, മോദി ഭരണം ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായി ഈ റോഡുകൾ നിർമ്മിക്കാത്തത്, അതിൽ NHAയെ വിമർശിക്കുക, ഈ നിലയിലേക്കൊരു ശക്തമായ പൊസിഷൻ ഈ നേരം വരെയും പ്രതിപക്ഷം എടുക്കാൻ തുനിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് കൂടിയാണ്. അവിടെയാണ് ലീഗിൻ്റെ ആ സ്റ്റാൻഡ് വ്യത്യസ്തമാകുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തെ ഈ റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിൽ പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങൾ കൂടിയാണ്. ഇത് പാർലമെൻറ്റ് അംഗങ്ങളാവട്ടെ, ഇനി നിയമസഭാ അംഗങ്ങളാവട്ടെ, അതൊക്കെ മുസ്ലിം ലീഗ് അംഗങ്ങൾ കൂടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മണ്ഡലത്തിലൂടെ ഈ റോഡുകൾ കടന്നു പോകുന്നുണ്ട്. കൃത്യമായി അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ധാരണയുണ്ട്. ഒരു അരീക്കോട്ടേക്ക് പോകുന്ന സംസ്ഥാന പാത നേരത്തെ ഈ റോട്ടിലേക്ക് കയറിയിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് വേറെ 1 കിലോമീറ്റർ ചുറ്റിവളഞ്ഞ് വേണം അത് ഇപ്പോൾ ഈ ദേശീയപാതയിലേക്ക് വരാൻ. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈ നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ആളുകൾ പൊതുവിൽ ഈ മഴക്കാലത്തൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു റോഡാണിത്. ഇത് എങ്ങനെയെങ്കിലും ഈ ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കണമെന്ന് പലതവണ ഇവരൊക്കെ ആവശ്യപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാർ ഇതിന് ഇടപെട്ടതാണ്. ഇതൊന്നും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി അതിൻ്റെ മാനദണ്ഡങ്ങളും ഇത്തരം 6 വരിപ്പാതയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെയൊക്കെ അവരുടെ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതുപോലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ഇവർ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരാളുകൾ കൂടി ആയതുകൊണ്ട് കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട നൂലാമാലകളൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമൊക്കെ അറിയാം. അതുകൊണ്ടാണ് പരസ്യമായി നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് ഇതുവരെ വരാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം VD സതീശനായാലും രമേശ് ചെന്നിത്തലയൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതാക്കളെ കാണുക, നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം വലിയ രൂക്ഷമായ വിമർശനം അവർ ഇക്കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ നടത്തിയ മിനിറ്റ്സ് അടക്കം ഉയർത്തിക്കാണിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയെ മുസ്ലിം ലീഗ് അറിയിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു വ്യക്തത ഈ പ്രദേശത്തെ ആളുകൾക്ക് ഏതായാലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ശരി, സ്വാലിഹാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നൽകിയത്. അവിടെ ആളുകളുടെ ഇടയിൽ ഈ പ്രശ്നം എങ്ങനെ എന്നുള്ളതാണ് പ്രധാനമായും സ്വാലിഹിനോട് നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചത്. ആ അനുഭവമാണ് സ്വാലിഹ് അതേക്കുറിച്ച്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇതിനകത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സംസ്ഥാനത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വസ്തുത മനസ്സിലാക്കി കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി കേന്ദ്രത്തെ തന്നെ സമീപിക്കുന്നു, ഗഡ്കരിയെ തന്നെ സമീപിക്കുന്നു, പരാതി നൽകുന്നു, ആ നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന ആ ഒരു വ്യത്യാസം കൂടിയാണ് നമ്മളിതിൽ കണ്ടത്.